അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അടിപൊളി സൈഡ് ഡിഷ് ആയാലോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കൂട്ടാൻ പറ്റിയ ഒരു നല്ല നാടൻ ഇഞ്ചിപ്പുളിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നോയമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. പുളിയും മധുരവും ഇഞ്ചിയുടെ ചെറിയ എരിവും എത്തിച്ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. രുചിക്ക് പുറമെ ദഹനത്തിനും ഏറെ ഗുണകരമായ ഈ ഇഞ്ചിപ്പുളി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഒരു 6 അല്ലി നീളത്തിൽ 2-3 കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ 1/4 കിലോ ഇഞ്ചിയാണ് കേട്ടോ എടുക്കുന്നത്. ഇഞ്ചി നല്ലോണം വറുന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ ചേർത്തത്. ഓയിലൊന്ന് നല്ല രീതിയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ പരുവത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തോത്തിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ലോണം എണ്ണ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെ ചൂടൊന്ന് ആറി വന്നപ്പോൾ ഇതേപോലെ ഒന്ന് ഫൈനായി തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ നമുക്കിത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി വറുത്തെടുത്ത എണ്ണയില്ലേ അതിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇനി സ്റ്റൗ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുത്ത് ആ ഓയിലൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാമേ. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പിന്നെ 1 ടീസ്പൂണോളം കടുകും കൂടി ചേർക്കാം. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ജീരകം, ഒരു തണ്ടോളം കറിവേപ്പില ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ സ്പൂണിന് 1.5 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്ന് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഇഞ്ചിപ്പുളിക്ക് ഒരു മധുരത്തിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്ത് ഈ മസാലയുമായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെയായി ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കട്ടയൊക്കെ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇളക്കി ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് ചെറിയ സ്പൂണിന് 1 ടീസ്പൂണോളം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഈ ഇഞ്ചിപ്പുളി കേടുകൂടാതെ ഇരിക്കാനായിട്ട് സഹായിക്കും. ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ. ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ലെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റൗ ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതൊരു നല്ലൊരു ഗ്ലാസ് ടിന്നിലാക്കി മാറ്റി വെക്കാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലും ഇതിൻ്റെ ആ ഒരു പ്രത്യേക രുചി തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടെ തന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.